ഒരു ഏകദേശം ഒന്നര മണിക്കൂർ ക്യൂവിന് ശേഷമാണെങ്കിൽ സംഭവം ഗേറ്റാണെങ്കിൽ തുറന്നിട്ടുണ്ട്. നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ള വിശേഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭക്തജനങ്ങൾക്ക് വേണ്ടി സംഭവം വീണ്ടും ഒരു വലിയൊരു ക്യൂ ആണെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷമാണ് ആക്ച്വലി തുറന്നു കൊടുത്തത്. ഏകദേശം 20ഓളം ആൾക്കാരാണെങ്കിൽ തല ഇറങ്ങി വീണിട്ടുണ്ടായിരുന്നു. തല ഇറങ്ങി വീണു. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു സമയത്തിൻ്റെ പേരിൽ ഉച്ചയ്ക്കുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പേരിലാണ് കുറച്ച് ഡിലേ ഒക്കെ ആയത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സംഭവം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏകദേശം മറ്റേ ടൈമിലാണെങ്കിൽ ഒരു 500 പേർക്കെങ്കിലും സംഭവം തുറന്നു കൊടുക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. 1.5 മണിക്കൂറിലധികമായിട്ടുള്ള ഒരു വലിയൊരു ക്യൂ ആണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തത് കണ്ടത് സംഭവം വലിയൊരു ക്യൂ ഏകദേശം തീരാറായിട്ടുണ്ട്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സംഭവം കാണാം. ഓക്കെ, സംഭവം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പൊങ്കാല തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്യൂ നോക്കിക്കുക, ഒരു രക്ഷയില്ലാത്തൊരു ക്യൂ ആണെങ്കിൽ നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പരിസരത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും. മണിക്കൂറുകളോളം ഇത്തവണയാണെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഇഷ്ടംപോലെ പേരകത്താണെങ്കിൽ കുഴഞ്ഞു വീണായിരുന്നു. അതും നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ലോങ് ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാരാണ് ഇത്തവണ പൊങ്കാല വിസിറ്റ് ചെയ്യാൻ വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി ക്യൂ ഉണ്ടോ? കഴിയുന്നില്ല. ഇനി അങ്ങോട്ട് ക്യൂ തന്നെ ആയിരിക്കും. നമ്മൾ രാവിലെ വന്ന സമയത്തും വെളിയിൽ ആ പാലം കഴിഞ്ഞ് ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ വീണ്ടും നല്ല രീതിയിലുള്ള ഒരു തിരക്ക്. പോലീസുകാരുടെ കാര്യം പാവം തന്നെ. നമ്പേഴ്സ് വളരെയധികം കുറവാണ്. 25 ലക്ഷത്തോളം ആൾക്കാരും വരുന്ന ഒരു ഉത്സവത്തിൽ എത്ര പോലീസുകാരുണ്ടാവും? 100-150 മീറ്ററിലൊക്കെ 10-15 പോലീസുകാർ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കൺട്രോളിങ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്.